Hello dears, welcome back to Xylem Learning. Shweta ആണ്. അപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും കൂടെ കുറച്ചൊരു ബുദ്ധിമുട്ടായ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സർക്കിളിന്റെ ഏരിയ ആണ് എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് വായിച്ചു നോക്കാം കേട്ടോ. എ സർക്കുലർ ഫ്ലവർ ഗാർഡൻ ഹാസ് എൻ ഏരിയ ഓഫ് 314 മീറ്റർ സ്ക്വയർ. ഒരു സർക്കുലർ ഫ്ലവർ ഗാർഡൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗാർഡന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയോ? 314 meter square ആണ്. 314 meter square ആണ് നമ്മൾ ഈ ഒരു ഗാർഡന്റെ ഏരിയ. A sprinkler at the center of the garden can cover an area that has a radius of 12 meter. ഒരു സ്പ്രിങ്ക്ലർ സെൻറ്ററിലുണ്ട് അല്ലേ, നടുവിൽ ഒരു സ്പ്രിങ്ക്ലർ ഉണ്ട്. ഈ സ്പ്രിങ്ക്ലർ എന്താ ചെയ്യുക? വാട്ടർ സ്പ്രേ ചെയ്യും അല്ലേ. എന്താണ് സ്പ്രിങ്ക്ലർ ചെയ്യുക? വാട്ടർ ഉണ്ടാകും, അതിൽ നിന്ന് ഒരു ഇത്തിരി പോകുന്ന സാധനമാണ് നമ്മുടെ സ്പ്രിങ്ക്ലർ എന്ന് പറയുന്നത്. അതിൽ നിന്ന് വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ ആ ഗാർഡൻ മുഴുവനായിട്ട് നനയും അല്ലേ. ഇതാണ് നമ്മളുടെ ഗാർഡൻ. അപ്പോൾ സ്പ്രിങ്ക്ലർ ഇവിടെ നടുവിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വാട്ടർ ഇവിടെയൊക്കെ സ്പ്രേ ചെയ്തിട്ട് ഈ ഒരു ഗാർഡൻ ഫുള്ള് നനയ്ക്കും. ഇതാണ് നമ്മുടെ സ്പ്രിങ്ക്ലർ ചെയ്യുക. അപ്പോൾ ഇവിടെ ചോദിച്ചത് എന്താ? വിൽ ദ സ്പ്രിങ്ക്ലർ വാട്ടർ ദ എൻറ്റയർ ഗാർഡൻ? ഈ ഒരു ഗാർഡൻ മൊത്തം അല്ലേ സ്പ്രിങ്ക്ലറിനെ ഈ ഒരു സെൻറ്ററിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് ഈ ഒരു ഗാർഡനിലെ ഏരിയ കവർ ചെയ്യുമോ എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? സ്പ്രിങ്ക്ലർ കവർ ചെയ്യുന്ന റേഡിയസ് 12 മീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. പൈ 3.14 എടുക്കാനാണ് പറയുന്നത് അല്ലേ. പൈ എന്ന് പറയുന്നത് 3.14 എടുക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ എന്താണ്? സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്. സോ 3.14 ഇൻറ്റു 12 ചെയ്താൽ മതി അല്ലേ. വിച്ച് മീൻസ് 3.14 ഇൻറ്റു 144 ചെയ്താൽ മതി. 12 ഇൻറ്റു 12 144 ആണ് എന്നൊക്കെ നമുക്ക് സെറ്റായിട്ട് അറിയാം. നമുക്ക് വേറെ ആവശ്യങ്ങളൊന്നും ഇല്ല അല്ലേ. 314 ഇൻറ്റു 144 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് 4 ഇൻറ്റു 4 എന്ന് പറയുന്നത് 16 ആണ്. 4 ഇൻറ്റു 1 4 പ്ലസ് 1 5 ആണ്. 3 ഇൻറ്റു 4 എന്ന് പറയുന്നത് 12 ആണ്. ഇവിടെ 0 വരും. 4 ഇൻറ്റു 4 എന്ന് പറയുന്നത് 16 ആണ്. 4 ഇൻറ്റു 1 4 പ്ലസ് 1 5 ആണ്. 3 ഇൻറ്റു 4 പിന്നെയും 12 ആണ്. 0 കൊടുക്കുക. 4 1 3 എന്ന് വരും അല്ലേ. നമ്മളിത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? 5 പ്ലസ് 6 എന്ന് പറയുന്നത് 11 ആണ്. 5 പ്ലസ് 1 6 6 പ്ലസ് 4 10 10 പ്ലസ് 2 12 ആണ്. 2 പ്ലസ് 1 3 4 5 വരും. ഇവിടെയോ 4 5 2 1 6 അല്ലേ. 4 5 2 1 6 കൂടാതെ 2 ഡെസിമൽ പ്ലേസസ് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യുക അല്ലേ. 452.16 മീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ സ്പ്രിങ്ക്ലർ കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗാർഡൻ്റെ ഏരിയ എത്രയായിരുന്നു? 314 മീറ്റർ സ്ക്വയർ ആയിരുന്നു. സ്പ്രിങ്ക്ലർ കവർ ചെയ്യുക എത്രയാ? 452.16 മീറ്റർ സ്ക്വയർ ആണ് നമ്മളുടെ സ്പ്രിങ്ക്ലർ കവർ ചെയ്യുക അല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും എന്താണ്? സ്പ്രിങ്ക്ലർ ആ ഒരു ഏരിയ കവർ ചെയ്യുന്നുണ്ട്. സ്പ്രിങ്ക്ലർ കൊണ്ട് വെള്ളം എത്തും എന്നുള്ളതാണല്ലേ ഇതിനെ കൊണ്ടുള്ള അർത്ഥം. അപ്പം മക്കളെ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.